ഹലോ, ഇന്നത്തെ പാചകം കോളിഫ്ലവറാണ്. കോളിഫ്ലവർ താണ്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചേക്കാണ്. 4 വെള്ളത്തിൽ കഴിയുന്ന ശേഷം പിന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചേക്കാണ്. അതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ എന്ന് പറഞ്ഞാൽ സവാള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് അതായിരിക്കുന്നത്. സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. പിന്നെ അത് കൂടാതെ തേങ്ങാപ്പാലാണ്. ഇന്നത്തെ താരം തേങ്ങാപ്പാൽ. ഇത് വെളിച്ചെണ്ണക്കകത്ത് നമ്മൾ കടുക് വറുത്തിട്ടാണ് എല്ലാം തട്ടി വഴറ്റിയിട്ട് ഞാൻ കാണിക്കാം. സവാള, തക്കാളിക്കെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർക്കാം. അതേമാതിരി വേണ്ട 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടി ഒന്ന് നോക്കട്ടെ. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിയും. മുളക് പൊടി പിന്നെ 1/2 സ്പൂൺ മതി. കോളിഫ്ലവറിന് ഈ മഞ്ഞൾപ്പൊടി വലിയ ഇതല്ല. മല്ലിപ്പൊടി പിന്നെ 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടെ മൂപ്പിക്കുക. കുരുമുളക് ഒഴിച്ചിട്ട് ജീരകവും കൂടെ വേണം. ജീരകം തീരാറ് ഇച്ചിരി കൂടി ഇട്ടിട്ട് കട്ടായിപ്പോയി ഇച്ചിരി. ഞാനിപ്പോൾ ഇച്ചിരി ജീരകപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഇടാം. എരിവ് എങ്ങാനും കുറവുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ഇടാം. കണ്ട നല്ല ചുമന്ന പരുവത്തിൽ മൂത്ത്. ഇനി നമുക്കെന്തോ അടുത്ത ഐറ്റം ഇടുന്നതെന്ന് അറിയാമോ? ഇനി നമ്മളൊരുവിധം വേവിച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ തട്ടുവാണ്. ഇറച്ചി വെക്കുന്നത് പോലെ തന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ നീരിന് വേണ്ടി ഒഴിക്കുന്ന സാധനമാണ് വേണ്ട തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി മസാലയും ഇട്ട് പരുവത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. വേണ്ട, ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് വെന്ത് നെയ്തെളിയുമ്പം നല്ല ടേസ്റ്റായിരിക്കും. നമുക്കെടുത്ത് നോക്കാം. നമ്മുടെ കോളിഫ്ലവർ കറി എന്തായെന്ന് നോക്കാം. നമുക്ക് തുറക്കാം. അടിപൊളി ഉണ്ടോ കോളിഫ്ലവർ? വളരെ ടേസ്റ്റ്. നിങ്ങൾ കോളിഫ്ലവർ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ.